ദേശീയ രാഷ്ട്രീയത്തിൽ കോളിളക്കമുണ്ടാക്കിയ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള തീയതികൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. നവംബർ 6, 11 തീയതികളിലായി 2 ഘട്ടങ്ങളിലായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുക. നവംബർ 14-ന് വോട്ടെണ്ണൽ നടക്കുമെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാർ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതോടെ ബീഹാർ രാഷ്ട്രീയം പൂർണ്ണമായും തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ദില്ലിയിലെ വിജ്ഞാൻ ഭവനിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതികൾ പ്രഖ്യാപിച്ചത്. കനത്ത സുരക്ഷയിലായിരിക്കും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് നടക്കുക. തിരഞ്ഞെടുപ്പിനായി കൂടുതൽ കേന്ദ്ര സേനയെ വിന്യസിക്കുമെന്നും എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വെബ്കാസ്റ്റിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ബീഹാറിലെ വോട്ടർമാരുടെ ആകെ എണ്ണം 7.43 കോടിയാണ്. ഇതിൽ 3.93 കോടി പുരുഷ വോട്ടർമാരും 3.50 കോടി സ്ത്രീ വോട്ടർമാരും ഉൾപ്പെടുന്നു. തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമാക്കാൻ ആകെ 90,712 പോളിംഗ് സ്റ്റേഷനുകളാണ് ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ 3 ഘട്ടങ്ങളിലായിരുന്നു തിരഞ്ഞെടുപ്പെങ്കിൽ ഇത്തവണ അത് 2 ഘട്ടങ്ങളായി ചുരുക്കി. ഒറ്റഘട്ടമായി തിരഞ്ഞെടുപ്പ് നടത്തണമെന്നായിരുന്നു ഭരണകക്ഷിയായ NDAയുടെ ആവശ്യം. എന്നാൽ 2 ഘട്ടം വേണമെന്ന് പ്രതിപക്ഷ മഹാസഖ്യം ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം പരിഗണിച്ച് ദീപാവലിയെ തുടർന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട ഛാട്ട് പൂജയ്ക്ക് ശേഷമാണ് വോട്ടെടുപ്പ് പൂർണ്ണമായും നടപ്പാക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനിടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണെന്നും വോട്ടർ പട്ടിക തയ്യാറാക്കലും തിരഞ്ഞെടുപ്പ് നടത്തലും കമ്മീഷന്റെ കടമയാണെന്നും ആവർത്തിച്ച് വ്യക്തമാക്കി. SIR വഴി വോട്ടർ പട്ടിക നവീകരിച്ചിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അന്തിമ പട്ടിക ലഭ്യമാക്കി. കൂടാതെ ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തി ബീഹാർ തിരഞ്ഞെടുപ്പ് ഇക്കുറി കൂടുതൽ ലളിതമാക്കുകയും പരാതികളില്ലാതെ നടത്തുകയും ചെയ്യുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ഇനിയും കമ്മീഷനെ സമീപിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏറെ കോളിളക്കമുണ്ടാക്കിയ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം നടക്കുന്ന ഈ തിരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയത്തിന്റെ തുടർഗതികൾ നിർണായകമാക്കും. കഴിഞ്ഞ തവണ 56.93% പോളിംഗ് രേഖപ്പെടുത്തിയ തിരഞ്ഞെടുപ്പിൽ 75 സീറ്റ് നേടി RJD ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും JDU BJP സഹകരണത്തിൽ NDA അധികാരം പിടിക്കുകയായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാന ഭരണം തുടരുന്ന നിതീഷ് കുമാർ പലകുറി രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ മാറി ഒടുവിൽ NDA പാളത്തിൽ തുടരുമ്പോൾ ഇത്തവണത്തെ ജനവിധി നിതീഷ് കുമാർ ഭരണത്തിന്റെ വിശദമായ വിലയിരുത്തലായിരിക്കും എന്നതിൽ സംശയമില്ല. ഈ തിരഞ്ഞെടുപ്പിൽ ഇരുപക്ഷത്തിനും വെല്ലുവിളികളും സാധ്യതയുണ്ട്. ഭരണവിരുദ്ധ വികാരവും നിതീഷ് കുമാറിന്റെ അനാരോഗ്യവുമൊക്കെ പ്രതിപക്ഷത്തിന്റെ പ്രധാന പ്രചാരണ വിഷയങ്ങളാണ്. എന്നാൽ പ്രാദേശിക വിഷയങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ഓപ്പറേഷൻ സിന്ദൂരിലെ വിജയവും GSTയിലെ ഇളവുകളും ഒക്കെ ആയുധമാക്കി ഇത്തവണയും കസേര ഓർപ്പിക്കാമെന്നാണ് NDA കണക്കുകൂട്ടുന്നത്. അതേസമയം 68.5 ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി നടത്തിയ വോട്ടർ പട്ടിക പരിഷ്കരണ നടപടി ചോദ്യം ചെയ്ത മഹാസഖ്യം കളം പിടിച്ചു കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ചേർന്ന് നടത്തിയ യാത്രകളും പിന്നീട് തേജസ്വി ഒറ്റയ്ക്ക് നടത്തിയ ജനസമ്പർക്ക യാത്രകളും ഇത്തവണത്തെ ജനവിധിയെ സ്വാധീനിക്കുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷ. ബീഹാറിലെ ഗ്രാമീണ മേഖലകളിലും യുവജനങ്ങളിലും ഈ യാത്രകൾ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നതാണ് അവരുടെ വിലയിരുത്തൽ. ജാതി സമവാക്യങ്ങൾ, തൊഴിലില്ലായ്മ, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയവ പ്രാദേശിക വിഷയങ്ങളും കേന്ദ്ര സർക്കാരിന്റെ പ്രകടനവും പ്രതിരോധ നയങ്ങളും ഉൾപ്പെടെയുള്ള ദേശീയ വിഷയങ്ങളും ഒരുപോലെ ചർച്ചയാകുന്ന ഈ തിരഞ്ഞെടുപ്പ് വരും മാസങ്ങളിൽ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുമെന്നതിൽ തർക്കമില്ല. ബീഹാറിലെ ഈ രാഷ്ട്രീയ പോരാട്ടം രാജ്യം ഉറ്റുനോക്കുകയാണ്.